ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അതുകൂടാതെ കരിമീൻ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്നതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരല്പം വിനാഗിരി ഒഴിച്ച് ഈ മീനൊന്ന് മാറ്റി വയ്ക്കാം. കാരണം ഇതൊരു കായൽ മീൻ ആയതുകൊണ്ട് അല്പം വിഴുവിഴുക്കും പായലുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് വിനാഗിരി ഒഴിച്ചിട്ട് ഇത് വെച്ചേക്കാം. ഇതുപോലുള്ള മീനിൻ്റെ ചെതുമ്പൽ കളയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഇതുപോലൊരു ടൂള്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെതുമ്പൽ ഇളക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ആദ്യം ഇതിൻ്റെ വാലും ചിറകും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുകൊണ്ട് ചെതുമ്പലൊക്കെ ഒന്ന് ഇളക്കി മാറ്റാം. കരിമീൻ, ചെമ്പല്ലി ഇങ്ങനെയുള്ള കട്ടിയുള്ള മീനുകളുടെ ചെതുമ്പൽ ഇളക്കാൻ ഇത് നല്ലൊരു ഐറ്റമാണ്. ഇതിങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം ഒരു കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ താഴെയോ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെതുമ്പൽ ഇളക്കാൻ പറ്റും. അതും ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് കുഞ്ഞു മീനിൻ്റെ ചെതുമ്പലൊന്നും ഇളക്കാൻ പറ്റത്തില്ല. മീൻ പൊടിഞ്ഞു പോകും. ഇനി തലയുടെ ഭാഗങ്ങളും കുടലുമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ താഴെ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ കൂടെ എളുപ്പത്തിന് ചെതുമ്പൽ ഇളക്കാൻ പറ്റും. ഇതുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ മീനൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ കറുത്ത തൊലി കൂടി കളയണം. അത് കളയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതിനായിട്ട് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് ഈ മീൻ ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കണം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആ തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരും കേട്ടോ. മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊടികളുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടിയും പെരുംജീരകപ്പൊടിയൊക്കെ ഇത് വറുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പെരുംജീരകപ്പൊടി. പെരുംജീരകപ്പൊടിയും ഉലുവാപ്പൊടിയും മിക്സ് ചെയ്യരുത്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു ശകലം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടരുത്, ഒരു ശകലം മതി. എപ്പോൾ നമ്മൾ മീൻ വറുത്താലും കുറച്ച് പുളിവെള്ളം ചേർക്കുന്നത് ആ മീനിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അളവ് കൂടരുത്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ മീനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
മീനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റാം. മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് 2 സവാള നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു വലിയ പഴുത്ത തക്കാളി, ഒരു 10 ചെറിയ ഉള്ളി, 1 കപ്പ് തേങ്ങാപ്പാൽ. മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാളയും ചെറുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളറൊക്കെ മാറുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ കളറൊക്കെ നല്ല രീതിയിലൊന്ന് ചേഞ്ച് ചെയ്യണം. ഇനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇടാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നോക്കിയിട്ട് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ പൊടികളൊക്കെ. ഇതുപോലെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്തുടയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 ടീസ്പൂൺ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ തേങ്ങാപ്പാൽ നല്ല രീതിയിൽ തിളച്ച് കുറുകി വരണം. ഈ സവാളയും തക്കാളിയും ഒക്കെ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായി വെന്ത് കുറുകി വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം പുളി കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി പുളിവെള്ളം ചേർക്കുകയാണ്. ഇപ്പോൾ ഗ്രേവിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മീൻ വാഴയിലയിലിട്ട് പൊള്ളിച്ചെടുക്കാം. ഞാൻ 2 മീൻ മാത്രമേ പൊള്ളിച്ചെടുക്കുന്നുള്ളൂ. വാഴയിലേക്ക് ക്ലീൻ ചെയ്ത് ചെറുതായി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് ഗ്രേവി വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത മീൻ വെച്ച് കൊടുക്കാം. ഇനി ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കറിവേപ്പില വെച്ച് കൊടുക്കാം. ഇനി ഈ മീൻ ഫുള്ള് ആ ഗ്രേവി കൊണ്ടൊന്ന് കവർ ചെയ്യാം.
നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് വാഴനാരോ നൂലോ എന്തെങ്കിലും കൊണ്ടൊന്ന് കെട്ടാം. രണ്ട് മീനും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് രണ്ടും ഒന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്കാം. തീ കൂട്ടിയിടരുത്. വാഴയിലേക്ക് മുരിയുന്ന നല്ലൊരു സൗണ്ട് കേൾക്കാം. അതുവരെ ഇത് നല്ല രീതിയിൽ ഒന്ന് പൊള്ളിച്ചെടുക്കണം. രണ്ട് സൈഡും ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് പോകുമ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പൊതി അഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് മസാലയുടെ. അതുപോലെ തന്നെ ഇത് കഴിക്കാനും വളരെയധികം ടേസ്റ്റാണ്. നല്ല എരിവും പുളിയും എല്ലാം നല്ല പാകത്തിനുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.